നമസ്കാരം. CPS സംസ്ഥാന സമിതി യോഗത്തിൽ ധനമന്ത്രി KN ബാലഗോപാൽ രാജ്യസന്നദ്ധത അറിയിച്ചെന്ന റിപ്പോർട്ട്. കേരളത്തിലെ 19 സീറ്റിലും ഇടതുപക്ഷം തോൽക്കാൻ കാരണം ധനകാര്യ മാനേജ്മെന്റിലെ വീഴ്ചയാണെന്ന പരാമർശവും സംസ്ഥാന കമ്മിറ്റിയിൽ സജീവമായി ഉയർന്നു. ഈ സാഹചര്യത്തിലാണ് ധനമന്ത്രി രാജ്യസന്നദ്ധത അറിയിച്ചതെന്നാണ് റിപ്പോർട്ട്. സാമ്പത്തിക ഞെരുക്കവും ധനകാര്യ മാനേജ്മെന്റും തോൽവിക്ക് കാരണമായെന്ന ആക്ഷേപം സംസ്ഥാന കമ്മിറ്റിയിൽ ഉയർന്നിരുന്നു. ഇത് തന്നെ ലക്ഷ്യമിട്ടാണെന്ന വികാരത്തിന്റെ അടിസ്ഥാനത്തിൽ പാർട്ടിക്ക് വിശ്വാസമില്ലെങ്കിൽ ഒഴിയാനുള്ള സന്നദ്ധത സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ധനമന്ത്രി പ്രകടിപ്പിച്ചെന്ന വിവരം മനോരമയാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. മുഖ്യമന്ത്രിയോ പാർട്ടി സെക്രട്ടറിയോ ഇതിനെ അനുകൂലിച്ചില്ല. യോഗത്തിൽ മുഖ്യമന്ത്രിക്കെതിരെയാണ് അതിരൂക്ഷ വിമർശനം ഉയർന്നത്. മുഖ്യമന്ത്രി വിമർശനങ്ങളോട് പ്രതികരിച്ചത് പോലുമില്ലെന്നാണ് റിപ്പോർട്ട്. ഈ സാഹചര്യത്തിലാണ് ബാലഗോപാലിന്റെ ധാർമ്മിക ഉത്തരവാദിത്തം ഏറ്റെടുക്കലിന് പ്രസക്തി കൂടുന്നത്. പാർട്ടി സെക്രട്ടേറിയറ്റിനെ പോലെ സംസ്ഥാന സമിതിയിലും രൂക്ഷ അഭിപ്രായ പ്രകടനങ്ങളാണ് ഉയർന്നത്. ഭൂരിപക്ഷ ന്യൂനപക്ഷ പിന്നോക്ക വേർതിരിവില്ലാതെ എല്ലാ വിഭാഗങ്ങളുടെയും വോട്ട് ചോർന്നെന്ന CPS സംസ്ഥാന കമ്മിറ്റി വിലയിരുത്തി. പൗരത്വ നിയമ ഭേദഗതിയിൽ ഊന്നിയുള്ള പാർട്ടിയുടെ പ്രചാരണം തിരിച്ചടിച്ചെന്നുമാണ് നിഗമനം. മുസ്ലിം ജനവിഭാഗങ്ങളെ കൂടെ നിർത്താനായി ആവിഷ്കരിച്ച പൗരത്വ നിയമ ഭേദഗതി വിരുദ്ധ മുദ്രാവാക്യം കൊണ്ട് പ്രയോജനമുണ്ടായത് കോൺഗ്രസിനാണെന്നാണ് പാർട്ടിയുടെ നിഗമനം. ഇങ്ങനെയാണ് മനോരമ വാർത്ത നൽകുന്നത്. വൻതോതിൽ ഈഴവ വോട്ടുകൾ CPM-ൽ നിന്ന് BJP-യിലേക്ക് ചോരുകയും ചെയ്തുവെന്നതാണ് യാഥാർത്ഥ്യം. മുസ്ലിം വിഭാഗത്തെ പ്രീണിപ്പിക്കാൻ പാർട്ടി ശ്രമിക്കുന്നുവെന്ന തോന്നൽ ഭൂരിപക്ഷ വിഭാഗങ്ങൾക്കൊപ്പം ന്യൂനപക്ഷ വിഭാഗങ്ങളുടെയും എതിർപ്പിന് കാരണമായി. ഈഴവ വിഭാഗങ്ങളിലേക്ക് മാത്രമല്ല പിന്നോക്ക വോട്ട് ബാങ്കിലേക്കും BJP കയറിയെന്നാണ് നിഗമനം. പിന്നോക്ക പട്ടികജാതി വിഭാഗങ്ങളെ LDF സർക്കാരിന്റെ അവഗണന അകറ്റിയെന്ന വിമർശനം യോഗത്തിലുണ്ടായി. ആനുകൂല്യങ്ങൾ നിഷേധിക്കപ്പെടുന്നതും ലൈഫ് പദ്ധതിയും മറ്റും നീട്ടിക്കൊണ്ടുപോകുന്നതും സർക്കാരിനോടുള്ള അകൽച്ചയ്ക്ക് കാരണമായെന്നും സംസ്ഥാന സമിതിയിൽ പ്രതികരണങ്ങളുണ്ടായി. പാർട്ടിയിലും സർക്കാരിലും തിരുത്തലുണ്ടാകണമെന്ന ചർച്ചയിൽ പങ്കെടുത്ത ഭൂരിപക്ഷം പേരും ചൂണ്ടിക്കാട്ടിയിരുന്നു. മാധ്യമങ്ങളെ വിരുദ്ധ പക്ഷത്ത് നിർത്തിയിട്ടുള്ള പ്രവർത്തന രീതി ജനവിധിയെ സ്വാധീനിച്ചു. വാർത്ത റിപ്പോർട്ട് ചെയ്തതിന്റെ പേരിൽ കേസെടുക്കുന്ന രീതി ഇടതുപക്ഷ സർക്കാരിലെ പോലീസിന് ചേർന്നതല്ല. ജനങ്ങളുടെ മനസ്സ് തിരിച്ചറിയാതെ തൊലിപ്പുറത്ത് ചികിത്സ കൊണ്ട് കാര്യമില്ലെന്നും നേതാക്കൾ പറഞ്ഞിരുന്നു. ഫലത്തിൽ മറുനാടൻ വേട്ടയ്ക്കെതിരെ പോലും CPS സംസ്ഥാന സമിതിയിൽ പരോക്ഷ വിമർശനം മുഖ്യമന്ത്രി നേരിടേണ്ടി വന്നു. വിമർശനങ്ങൾക്കൊന്നും മുഖ്യമന്ത്രി യോഗത്തിൽ മറുപടി നൽകിയില്ല. എല്ലാ അഭിപ്രായങ്ങളും പരിഗണിച്ച് പാർട്ടി സമഗ്രമായി റിപ്പോർട്ട് തയ്യാറാക്കുമെന്ന് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ യോഗത്തിൽ അറിയിച്ചു. തിരുത്തലിന്റെ ഭാഗമായി 4 മേഖലാ യോഗങ്ങൾ വിളിച്ചു ചേർക്കും. ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയും പോളിറ്റ് ബ്യൂറോ അംഗം പ്രകാശ് കാരാട്ടും പങ്കെടുക്കും. ലോക്കൽ തലത്തിൽ പൊതുജനങ്ങളെ കൂടി പങ്കെടുപ്പിച്ചായിരിക്കും യോഗം. അതിലുയരുന്ന വ്യത്യസ്ത അഭിപ്രായം പാർട്ടി ഗൗരവത്തോടെ എടുക്കുന്നതാണ് സൂചന. അതേസമയം ഭാവിയിൽ KK ശൈലജയെ മുഖ്യമന്ത്രിയെ കാണണമെന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെന്നായിരുന്നു P ജയരാജന്റെ പരാമർശം. മുഖ്യമന്ത്രി മാറണമെന്നോ പകരം KK ശൈലജയെ കൊണ്ടുവരണമെന്നോ ജയരാജൻ പ്രത്യക്ഷമായി പറഞ്ഞില്ല. പക്ഷേ മറ്റൊരു മുഖ്യമന്ത്രി മുഖത്തെ പാർട്ടിയിൽ അവതരിപ്പിക്കുകയും ചെയ്തു. ഇതിനു മുമ്പ് ആരും ഇത്തരത്തിലൊരു മുഖ്യമന്ത്രി ചർച്ച CPM നേതൃയോഗത്തിൽ ഉയർത്തിയിട്ടില്ല. കണ്ണൂർ രാഷ്ട്രീയത്തിൽ വഴിത്തിരിവുണ്ടാക്കുന്ന പരാമർശമാണ് ജയരാജൻ നടത്തുന്നത്. കേരളത്തിലെ തോൽവി കേന്ദ്ര കമ്മിറ്റിയിലും ചർച്ചയാകും. പിണറായിയും തോൽവിക്ക് ഉത്തരവാദിയാണെന്ന വിലയിരുത്തൽ CPM കേന്ദ്ര നേതാക്കൾക്കുണ്ട്. ഇതിനിടയിലാണ് പുതിയൊരു അഭിപ്രായ പ്രകടനം പാർട്ടിയിൽ ഉയരുന്നത്. മുഖ്യമന്ത്രിയുടെ സമീപനവും സാധാരണ ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് മുൻഗണന നൽകാതിരുന്ന സർക്കാരിന്റെ സമീപനവും തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിക്ക് കാരണമായെന്ന് യോഗത്തിൽ നേതാക്കൾ ചൂണ്ടിക്കാട്ടി. ഈ സാഹചര്യത്തിലാണ് P ജയരാജന്റെ പരാമർശത്തിന് രാഷ്ട്രീയ പ്രാധാന്യം കൂടുന്നത്. വിമർശനങ്ങൾക്കൊന്നും യോഗത്തിൽ മുഖ്യമന്ത്രി മറുപടി പറഞ്ഞില്ല. എന്നാൽ കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ മുഖ്യമന്ത്രിക്ക് വിശദീകരണം നൽകേണ്ടി വരുമെന്ന സൂചനകളുണ്ട്. ശൈലജയും കേന്ദ്ര കമ്മിറ്റിയിലുണ്ട്. അവിടെ ശൈലജ പറയുന്ന നിലപാടും നിർണായകമാകും. അതേസമയം നേരത്തെ സംസ്ഥാന കമ്മിറ്റിയിൽ മുഖ്യമന്ത്രിക്കെതിരെ അംഗങ്ങളിൽ നിന്നും രൂക്ഷ വിമർശനമാണ് ഉണ്ടായത്. മൈക്കിനോട് പോലും കയർക്കുന്ന തരം അസഹിഷ്ണുത അവമതിപ്പുണ്ടാക്കി. പൊതുസമൂഹത്തിലെ ഇടപെടൽ നിലവിലെ ശൈലി തിരുത്തപ്പെടേണ്ടതാണെന്നും ചർച്ചയിൽ അംഗങ്ങൾ പറഞ്ഞു.